അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് വന്ന് വേറൊരാൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ദുനിയാവിലും ആഖിറത്തിലും ഉപകാരം കിട്ടുന്നൊരു നിർദ്ദേശം പറയാൻ പറ്റുമോ? തങ്ങൾ ചോദിക്കുന്നു, ഹല്ലക വാലിദുൻ വ വാലിദാ, നിനക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരം കിട്ടുന്നൊരു വസിയ്യത്തല്ലേ വേണ്ടത്? നിനക്ക് ബാപ്പയും ഉമ്മയും ഉണ്ടോ? പറഞ്ഞു, അതെ, എനിക്ക് ബാപ്പയും ഉമ്മയും രണ്ടുപേരും ഉണ്ട്. ഇദാ അദ്ദൈത ഹഖ്ഖഹുമാ, അവരോടുള്ള ബാധ്യത നീ വീട്ടിയാൽ, വഅത്അംതഹുമാ, അവർക്ക് നീ ഭക്ഷണം കൊടുത്താൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ബികുല്ലി ലുഖ്മത്തിൻ, ഓരോ പിടി ഭക്ഷണത്തിന് പകരവും നിനക്ക് അല്ലാഹു തരും ഖസ്റുൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ നല്ലൊരു കൊട്ടാരം അല്ലാഹു തആല തരും. കണ്ടങ്ങള്, ബാപ്പക്കും ഉമ്മക്കും നല്ല രൂപത്തിൽ ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷാണ്. നമ്മുടെ നാട്ടു നടപ്പനുസരിച്ച് നമ്മുടെ നാട്ടിലെ ഒരു ചര്യയുണ്ട്. പക്ഷെ അതുകൊണ്ട് നമ്മൾ മതിയാക്കരുത്. എന്താണത്? തറവാട്ട് വീട്ടില് അനുജന്റെ കൂടെ ബാപ്പയും ഉമ്മയും താമസിക്കുന്ന നാട്ടിലൊരു പതിവ് അങ്ങനെ വന്നതാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ആ ബാപ്പാനി ഉമ്മാനി ഇടക്കിടക്ക് നമ്മളെ വീടുകളിലൊക്കെ താമസം കൊടുക്കണം, ബറക്കത്ത് വീട്ടിലുണ്ടാകാൻ. ഒരാഴ്ച ഇവിടെ, ഒരാഴ്ച അവിടെ, ഒരാഴ്ച അവിടെ, അങ്ങനെ മാറി മാറി അവർക്ക് ഭക്ഷണം കൊടുക്കണം. ഒരു മാസക്കാലം ആ ബാപ്പക്കും ഉമ്മക്കും മരുന്ന് വാങ്ങാൻ 10,000 ചെലവ് വരുമെങ്കിൽ 4 ആളുണ്ടെങ്കിൽ 4 ആളും കൂടി 2,500 വീതം എല്ലാവരും കൊടുക്കുക. 10,000 നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ബാപ്പക്ക് കിട്ടുന്ന പെൻഷനും ഓൻ ഇത്രയും തോന്നെ ശമ്പളമൊക്കെ അല്ലേ ആണ് സഹകരിച്ച് ഒപ്പിച്ച് പോയിക്കോളും. നീ എന്തിനാ മോനായത്? ഞാൻ മോനായത് വാപ്പുണ്ട് വെക്കുമ്പോ വാപ്പുണ്ട്, അൽഹംദുലില്ലാഹ് വാപ്പാക്ക് നല്ല ആഫിയത്തൊക്കെ ഉണ്ട്, വാപ്പുണ്ട് ഇത് പറയാനാ ഞാൻ മോനായത്. അതിന് മോനാകേണ്ട ആവശ്യമില്ല. അങ്ങനെ പറയാൻ മാത്രം മോനാകേണ്ട ആവശ്യമില്ല, മോളാകേണ്ട ആവശ്യമില്ല. കൊടുക്കണം, ഹക്ക് വീട്ടണം. ഒരാളിൽ മാത്രം അത് നിക്ഷിപ്തമല്ല. ഞാൻ പലപ്പോഴും ഈ വിഷയം പറയുമ്പോൾ പല ആൾക്കാരും ചോദിക്കും, ഉസ്താദേ, നാട്ടിൽ അങ്ങനെ വന്നുപോയില്ലേന്ന്. അതിന്റെ തൊട്ടടുത്ത് തന്നെയല്ലേ നിങ്ങളും കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പ്രായമാകുമ്പോ നിങ്ങൾ എല്ലാ മക്കളും എന്നെ നോക്കണം എന്നല്ലേ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാകുക? അതെ, അതങ്ങനെ തന്നെ. എന്റെ കുട്ടികളൊക്കെ എന്നെ നോക്കണം. എന്നാ പിന്നെ ആ വാപ്പാന്റെ മക്കൾ തന്നെയല്ലേ നിങ്ങളും? നിങ്ങൾക്കും അങ്ങനെ നോക്കിയൂടെ? അത് ചോദിക്കുമ്പോ അർത്ഥമല്ല. നിങ്ങളെ മക്കളൊക്കെ അത് നോക്കണം ഉസ്താദേ. ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഈ ആഫിയത്തൊന്നും എനിക്ക് ഉണ്ടാകൂല, ഞാൻ വിശ്രമത്തിലായിരിക്കും. എല്ലാരും കൂടി നോക്കിയില്ലെങ്കിൽ പിന്നെ ഞാൻ ആകെ ആപ്പിലായി പോകൂലേ? അതേ ഒരു ചിന്ത നിങ്ങളെ വാപ്പക്കും വരുമെന്ന് നിങ്ങളെ മനസ്സിൽ വേണം, ബോധത്തിൽ വേണം. എന്നിട്ട് അവരോടുള്ള കടപ്പാട് വീട്ടണം. നല്ല ഭക്ഷണം ഭക്ഷിപ്പിക്കണം, വസ്ത്രങ്ങൾ കൊടുക്കണം, സൗകര്യങ്ങൾ സംവിധാനങ്ങളൊക്കെ കൊടുക്കണം. എന്നിട്ട് അവരെ മനസ്സിന്റെ പൊരുത്തം നമ്മൾ വാങ്ങണം. മനസ്സിന്റെ തൃപ്തി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് വലിയ സന്തോഷമാണ്.